സ്കൂളുള്ള ദിവസങ്ങളിൽ ഞാൻ പകുതി പണി രാത്രി കഴിച്ചു വെക്കുന്നു പറഞ്ഞപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ രാത്രിയും പണിയെടുക്കണ്ടേ, രാവിലെയും പണിയെടുക്കണ്ടേന്ന്. പക്ഷേ അത് രാവിലെ പണിയെടുക്കണ്ടേന്ന് ചോദിച്ചാൽ ശരിയാണ്, കുറച്ച് പണിയെടുക്കണം. പക്ഷെ എന്നാലും നമ്മൾ ഉറങ്ങി നീക്കുമ്പോണ്ടല്ലോ നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിരിക്കും. കാരണം കുറേ പണി നമ്മൾ തീർത്ത് വെച്ചതല്ലേ. അപ്പം ഇനി കുറച്ച് പണിയല്ലേ ഉള്ളൂ. മാത്രമല്ല നമുക്ക് രാത്രി അങ്ങനെ എനിക്ക് തോന്നുന്നു ആർക്കും അങ്ങനെ ഉറക്കം തൂങ്ങിയിട്ട് ആരും ഉറങ്ങുന്ന ആൾക്കാരുണ്ടാവില്ല. കുറേ നേരം ഇങ്ങനെ മൊബൈൽ സ്ക്രോൾ ചെയ്ത് അങ്ങനെ ഉറങ്ങുന്നവരാണ് ഇപ്പോൾ എല്ലാവരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പണിയെടുത്താലും നമുക്ക് ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ രാവിലെ അങ്ങോട്ട് നീറ്റ് കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. ഈ വീഡിയോ പക്ഷേ സ്കൂളുള്ള സമയത്ത് എടുത്തോന്നല്ല കേട്ടോ. സ്കൂൾ തുറക്കുന്നതിൻ്റെ അതായത് ഞങ്ങൾക്ക് ട്രെയിനിങ് തുടങ്ങുന്നതിൻ്റെ 2 ദിവസം മുന്നേ തന്നെ ഞാൻ എൻ്റെ റുട്ടീനൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റി തുടങ്ങി. കാരണം എനിക്ക് പെട്ടെന്നൊരു റുട്ടീന് ഒരു ചേഞ്ച് നടന്നാൽ എനിക്കത് ഭയങ്കര ഒരു ഇറിറ്റേഷനാണ്. ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പം ഞാൻ അതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ റുട്ടീനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഞാൻ തന്നെ എന്നോട് പറഞ്ഞു തുടങ്ങി, സ്കൂൾ തുറക്കാനായിട്ടുണ്ട്, അപ്പോൾ ഇതായിരിക്കും ഇനി അങ്ങനെ റുട്ടീൻ. അതായത് ഞാൻ തന്നെ എന്നെ അങ്ങോട്ട് ശീലമാക്കി ഓരോ കാര്യങ്ങൾ. അപ്പോൾ പിന്നെ സ്കൂൾ തുറക്കുമ്പോൾ നമുക്കതൊരു ഫ്രസ്ട്രേഷൻ ആയിട്ട് മാറൂല. സ്കൂൾ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ഇതുണ്ടായിട്ട് മാറൂല. കാരണം നമ്മൾ രാവിലെ ഉറങ്ങി നീട്ട് നേരത്തെ പോകണമെങ്കിൽ കൂടിയിട്ട് നമുക്ക് കുറച്ച് പണിയെ തീർക്കാനുള്ളൂ. പിന്നെ ആ പണി തീർത്ത് നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് പോകുമ്പം അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. പിന്നെ ഒരു സന്തോഷമുള്ളത് എന്താ വെച്ചാൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ സ്കൂളിലെ പല ടീച്ചേഴ്സും ഇതേപോലെ കുറേ ചെയ്തു വെക്കാൻ തുടങ്ങി. അതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര സമാധാനത്തിലാണ് എണീക്കൽ എന്നൊക്കെ പറഞ്ഞപ്പം അതെനിക്കൊരു സന്തോഷമാണ്. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാളെങ്കിലും ഒരാൾ ഇൻസ്പയർഡ് ആയിട്ട് അവരുടെ റുട്ടീനിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് അവർക്ക് റിലാക്സേഷൻ ഫീൽ ചെയ്തെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയല്ലേ. അപ്പോൾ പിന്നെ വേറെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെക്കേഷനിൽ ഞങ്ങൾ ഡെയിലി കേൾക്കുന്ന സൗണ്ട് മാമിൻ്റെതായിരുന്നു എന്ന്. അതും ഒരു സന്തോഷമാണ്. നമ്മളെ ആരും മിസ് ചെയ്യുന്നില്ലല്ലോ.